അനുരാഗ ഭാഗം 7. രചന നക്ഷത്രപ്പെണ്ണ്. അവതരണം അപര. ജനലിനോട് ചേർത്തിട്ടിരുന്ന മേശമേൽ തല ചായ്ച്ച് കിടക്കുമ്പോഴാണ് പാമ്പു ചുറ്റും പോലൊരു ശബ്ദം കേട്ടത്. പേടിയോടെയാണ് തല ഉയർത്തി നോക്കിയത്. പക്ഷേ ക്ഷണനേരം കൊണ്ടത് പുഞ്ചിരിയായി മാറി. ജനലരികിൽ നിൽക്കുന്ന വാഗമരത്തിൻ്റെ ഉച്ചിയിൽ നിന്നുകൊണ്ട് പീക്കിരിക്കൂട്ടത്തിൻ്റെ തലവനാണ് ചീറ്റി വിളിക്കുന്നത്. വാഗമരത്തിൻ്റെ ചില്ലയിൽ അവിടെവിടെയായി പീക്കിരിക്കൂട്ടം മുഴുവൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചേച്ചിനിവിടെ പൂട്ടിയിട്ടതാണോ? അതെ. എന്തിനാ പൂട്ടിയിട്ടത്? കുറുമ്പ് കാട്ടിയിട്ടാ? ബാല്യത്തിൻ്റെ നിഷ്കളങ്കമായ ചോദ്യം. അറിയാതെ തന്നെ ചുടിയിലൊരു മന്ദസ്മിതം മുട്ടിട്ടു. ചേച്ചി ഒരു കുറുമ്പ് കാട്ടി. ചേച്ചിക്കത് തെറ്റല്ലായിരുന്നു, പക്ഷേ എല്ലാവരുടെയും കണ്ണിൽ അതൊരു വലിയ തെറ്റായിരുന്നു. കൺകോണിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടി. ആണോ? സാരില്ല കേട്ടോ. ചേച്ചിനെ വേഗം തുറന്നു വിടാൻ ഞാൻ അമ്പൂച്ചിയോട് പ്രാർത്ഥിക്കാവേ. ചേച്ചിക്ക് ഞങ്ങളൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. പീക്കിരി താഴെ നോക്കി കണ്ണുകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചതും ഏറ്റവും താഴെ നിന്നിരുന്നവൻ നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്നൊരു പേരയ്ക്കെടുത്ത് അടുത്തുള്ളവളുടെ കയ്യിലേക്ക് കൊടുത്തു. കുഞ്ഞു കരങ്ങളിൽ കൈമാറി അത് തൻ്റെ ഉള്ളം കയ്യിലേക്ക് അവൻ വെച്ചു തന്നപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. ഈ ലോകത്ത് കളങ്കമില്ലാത്ത സ്നേഹമൊന്നുണ്ടെങ്കിൽ പക്വതയെത്താത്ത കുഞ്ഞു മനസ്സിൽ മാത്രമാണ്. വിശപ്പ് മരവിച്ച് മാറി നിൽക്കുമ്പോഴും അതിൽ നിന്നൊരു തുണ്ട് കഴിക്കാതിരിക്കാനായില്ല. തന്നത് കഴിച്ചുവെന്ന് കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിലെ സന്തോഷം ഒരു നിമിഷത്തേക്കെങ്കിലും ഉള്ളിലെ അല്ലലകറ്റി. മാഷ് സേതു മാഷിനെ കാണാറുണ്ടോ? ചോദിക്കുമ്പോൾ ആകാംക്ഷ തൊണ്ടക്കുഴി വരെ എത്തി നിന്നു. വൈകുന്നേരം കാണാറുണ്ട്. ഇന്നാള് മാഷ ആ മാങ്ങ പൊട്ടിച്ച് തന്നത്. തണുത്ത കാറ്റ് തലോടി കടന്നുപോയ പോലൊരു സുഖം. മേശപ്പുറത്ത് നിന്നൊരു പുസ്തകമെടുത്ത് അവന് നേർക്ക് നീട്ടി. ഇത് മാഷ്ക്ക് കൊടുക്കാമോ? കൊടുക്കാലോ. ഒട്ടും അമാന്തിക്കാതെ അവൻ പുസ്തകം കയ്യിൽ വാങ്ങി. ഞങ്ങൾ പോവുകയാണേ ചേച്ചി, പെട്ടെന്ന് വരണം കേട്ടോ. മാവിൽ നിറച്ചും മാങ്ങിണ്ടായിട്ടുണ്ട്. എന്ത് രസാന്നോ. ചേച്ചി വരാട്ടോ. ആവേശത്തോടെ കൈവീശിയവർ പാട്ടും പാടി തുള്ളിച്ചാടി പോകുന്നത് കണ്ടപ്പോൾ കൊതിച്ചുപോയി. ആ ബാല്യത്തിലേക്കൊന്ന് തിരിച്ചു പോകാനായിരുന്നെങ്കിലെന്ന്. യാതൊരു പ്രതിസന്ധികളും നിബന്ധനകളും വിദ്വേഷങ്ങളും ഇല്ലാത്ത ആ നല്ല കാല ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് ജനൽ വരിയിൽ തലചായ്ച്ചിരുന്നു. തുറന്നിട്ട ജാലകത്തിലൂടെ അങ്ങകലെ മേഘങ്ങളിലേക്ക് മറയുന്ന സൂര്യനെയും ചന്ദ്രനെയും നോക്കി ദിനങ്ങൾ ചിറകടിച്ചുയരുന്നതറിയാതെ സ്വന്തം വീട്ടിലൊരു തടവുകാരിയെപ്പോലെ അവൾ മാറാല പിടിച്ചൊരാ പ്രണയവും നെഞ്ചിലേറ്റി നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. കുമാരേട്ടാ, പൂവായി അല്ലേ? ഇത് വേണോ മാഷേ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനിയൊന്നും ആലോചിക്കാനില്ല കുമാരേട്ടാ. പോവാ ഞാൻ. അല്ലെങ്കിലും ഇവിടെ നിൽക്കാൻ പാകത്തിന് എന്താ? ആരെനിക്കിവിടെ ഉള്ളത്? ആരുമില്ല. സേതു തനിച്ചാ പണ്ട് മുതലേ. 20-ാം വയസ്സിൽ തനിച്ചായതല്ലേ ഞാൻ. എന്നെപ്പോലെ ഒരാളിവിടെ ഇല്ലെങ്കിലും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. വീടും സ്ഥലമൊക്കെ ഒന്ന് നോക്കണേ കുമാരേട്ടാ. എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ. വിട്ട് കളയാൻ മനസ്സ് വന്നില്ല. അടക്കി വെച്ചിരുന്ന പെട്ടികളിലേക്ക് അയാൾ നിസ്സഹായതയോടെ നോക്കി. സേതുവിൻ്റെ കണ്ണുകൾ കലങ്ങി. വിവരിക്കാനാവാത്തൊരു വിങ്ങൽ ഉള്ളം പിടിച്ചുലയ്ക്കുന്നത് ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. ചേർത്ത് പിടിച്ച് നെറ്റിമേൽ ചുണ്ടമർത്തുമ്പോൾ ഒരച്ഛൻ്റെ വേദന ആ ചായക്കടക്കാരൻ്റെ നെഞ്ചിൽ തുളുമ്പി. മാഷേ! അങ്ങകലെ നിന്നും ഓടിപ്പിടഞ്ഞു വരുന്ന അനുരാഗയെ കണ്ട് രണ്ടുപേരും മുഖാമുഖം നോക്കി. മുടിയാകെ പാറിപ്പറന്ന് ക്ഷീണിച്ചവശയായി ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾ ഓടിക്കിതച്ചു വരികയാണ്. അവളെ കണ്ട മാത്രയിൽ മുഖം കറുപ്പിച്ച് കാറിലേക്ക് കയറാൻ തുനിയുമ്പോഴേക്കും അനുരാഗ അയാളുടെ കാലുകളിൽ വീണ് കഴിഞ്ഞിരുന്നു. പോവല്ലേ മാഷേ. ഞാനല്ലേ മാഷിനെ സ്നേഹിച്ചത്. ഞാനല്ലേ തെറ്റുകാരി. വേണമെന്ന് കരുതിയിട്ടല്ല, അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും ഞാൻ ശല്യം ചെയ്യാൻ വരില്ല. ദൂരെ നിന്നെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടെ മാഷേ. വേറെ ഒന്നും വേണ്ട. എൻ്റെ കൺവട്ടത്തുണ്ടായാൽ മാത്രം മതി. സ്നേഹിച്ചു പോയി, പ്രാണനായി കണ്ടുപോയി. ഇനി എന്നെ കരഞ്ഞുകൊണ്ട് ആ കാൽക്കൽ കിടക്കുമ്പോൾ ചങ്കു നീറിപ്പുകഞ്ഞു. താൻ കാരണം ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ മാഷ് നാടുവിടുന്നതും നാട്ടുകാരുടെ മുന്നിൽ തല താഴ്ത്തി നടക്കുന്നതും അത്രമേൽ ഹൃദയത്തെ നോവിക്കുന്നുണ്ട്. ഒരു നിമിഷം താനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇതിത്ര നോവുണർത്തും വിധം കൈവിട്ടു പോകുമായിരുന്നില്ല. കണ്ണുനീറാണ് പൊട്ടിയൊഴുകി. തുടരു തന്നെ. അത്യധികം കോപത്തോടെയും വെറുപ്പോടെയും അവൻ കാൽക്കൽ നിന്ന് അവളെ തട്ടിമാറ്റി. മാഷേ, കടന്നു പൊയ്ക്കെൻ്റെ മുന്നിൽ നിന്ന്. കാണണ്ട എനിക്ക് നിന്നെ.
മാഷേ മാഷേന്ന് വിളിച്ച് പിന്നാലെ നടക്കുമ്പോൾ ഇതാ മനസ്സിലിപ്പെന്ന് കരുതിയില്ല. നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പ്രായമുണ്ട് എനിക്ക്. എന്നെ നീ ഇത് പ്രേമല്ല, ഒരുതരം ഛേ. അറപ്പോടെ ആ മനുഷ്യൻ മുഖം തിരിച്ചപ്പോൾ പ്രാണൻ പിളർന്നുപോയി. ജീവൻ അറ്റുപോയി. മുറിപ്പെട്ട് രക്തം വാർന്നൊരെൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും വെട്ടി നുറുക്കപ്പെട്ട പോലെ. ജീവനായി കരുതിയവനാണ് തന്നെ ഇന്നൊരു പുഴുത്ത പട്ടിയെപ്പോലെ ആട്ടിപ്പായ്ക്കുന്നത്. അങ്ങനെയൊന്നും പറയല്ലേ മാഷേ, ഇഷ്ടം കൊണ്ടാ, അതുകൊണ്ട് മാത്രം. ഇനി എന്നിങ്ങനെ കുത്തി നോവിക്കല്ലേ, ചങ്ക് വിട്ട് മരിച്ചു പോവും. വേണ്ട മാഷേ, വേദനിക്കുന്നു, വല്ലാതെ വേദനിക്കുന്നു. മിണ്ടിപ്പോവരുത് നീ. നിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും വെറുപ്പാ. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ കരുതിയില്ല നിന്റെ മനസ്സ് എത്ര മലിനമാണെന്ന്. വെറുപ്പ് തോന്നുന്നു അനുരാഗ നിന്നോട്. ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് തോന്നും. വ്യഭിചാരം നടത്തുന്നവൾക്ക് ഇതിലും മാന്യതയുണ്ട്. ശ്വാസം നിലച്ചുപോയി. ശരീരം തളർന്നുപോയി. കാതുകൾ വീങ്ങി. ഹൃദയഭിത്തിയിൽ നിന്നും രക്തം വാർന്നു. കാലുകളുടെ ബലം നഷ്ടപ്പെട്ട് തറഞ്ഞിരുന്നു പോയി. ഒന്നനങ്ങാൻ പോലും ആവുന്നില്ല. നിന്ന നിൽപ്പിൽ ജഡമായി മാറി. ഒരു നേർത്ത പൊട്ടുപോലെ അകലങ്ങളിലേക്ക് നീങ്ങുന്ന വാഹനം നിറം മങ്ങിയ ഫിലിമിലെന്ന പോലെ കണ്ണുനീരിൽ അവ്യക്തമായൊരു കാഴ്ചയായി മാറി.